ഇതൊരു മെന്റൽ ഹോസ്പിറ്റൽ ആണെന്ന് എല്ലാവർക്കും അറിയാം. വിളിച്ചു കൂവണ്ട. എന്റെ സിസ്റ്ററെ വട്ടില്ലാത്തവരോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, പിന്നെയാണോ ഈ വട്ടന്മാരോട്? സിസ്റ്ററെ, ശരിക്കും ഭ്രാന്ത് പാരമ്പര്യമായിട്ട് വരുന്നതാണോ? ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് വരണ്ടേ? കൊള്ളാം, നീ ഇവിടുന്ന് ജനിക്കേണ്ട ആളല്ല. പിന്നെ ജനിക്കണ്ടേ ആളല്ല. പോ സിസ്റ്ററെ, ദേ ആ മെഷീൻ കണ്ടോ? ജപ്പാനിന്ന് രോഗികളെ ചികിത്സിക്കാൻ ഡോക്ടർ കൊണ്ടുവന്നയാ. എന്റെ മുത്തു വന്നു. എന്നാ മുത്തു വരുന്നേ? സത്യം പറ, ഇത് മുത്തല്ലേ? അല്ല, പവിഴം. മുത്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എന്നാ മുത്തിന് വേറെ ആളെ കിട്ടിയിട്ടുണ്ടോ? ഇത് കരിക്ക്. എനിക്ക് വേണ്ട, എനിക്ക് മുത്ത് തന്നാ മതി. മുത്തല്ല, ഞാൻ നല്ല കുത്തു വരും. മുത്ത് ഇവനെ പറ്റിച്ചു പോയപ്പോ വട്ടായതായിരിക്കും അല്ലേ? മുത്തിനെ ഞാൻ പറ്റിച്ചപ്പോ മുത്ത് തലമണ്ടയ്ക്ക് അങ്ങ് കൊടുത്തു. അങ്ങനെ കിട്ടിയതേ വട്ട്. മുത്തിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ ഞങ്ങൾ ആർക്കും വിട്ടു കൊടുക്കത്തില്ല. മര്യാദയ്ക്ക് ഇത് കഴിച്ചോ. ശൂന്യവേദികയിൽ കണ്ടു നിന്നിഴൽ നിന്റെ മാരേജ് ഫിക്സ് ആയോ? അത് ചീറ്റി പോയി. അയ്യോ, അതെങ്ങനെ? ചെറുക്കെ വിളിച്ചിട്ട് എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 2 വർഷമായിട്ട് മെന്റൽ ഹോസ്പിറ്റലാന്ന്. ഈ പ്രാന്തമാരുടെ ഇടയിൽ ജോലി വേണ്ടായിരുന്നു. നീ ഇവിടെ ഉണ്ടെങ്കിലല്ലേ വട്ടമാർക്ക് ഒരു ജോലി ആവത്തുള്ളൂ. വിനു എഴുന്നേക്ക്, എഴുന്നേറ്റ് മരുന്ന് അടിക്കുക. വിനു എഴുന്നേക്ക്. എന്റെ കോതമംഗലെ നീ പരപ്പനങ്ങാടി ആക്കിയോടി. നിനക്കൊന്ന് പതുക്കെ കുത്തിക്കൊണ്ടായിരുന്നോടി. ഡോക്ടറെ, ഇവളുടെ കല്യാണം മുടങ്ങിയെന്ന് ദേഷ്യം വട്ടന്മാരോട് കാണിച്ചതാ. അയ്യോ, ഇതായാലും നാരായണോ? അല്ല, കൂരായണൻ. ആദ്യം എന്റെ തലയ്ക്കാ വട്ടന്മാരടിച്ചത്. ബോധം പോയപ്പോ വിചാരിച്ചു കാണും ചത്തുപോയെന്ന്. നല്ല മനസാക്ഷിയുള്ള വട്ടന്മാര്. എനിക്ക് മനസ്സിലാക്കി ഒരു കുറവുമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ഷോക്ക് അടിച്ചതിന്റെ ദേഷ്യായി തീർത്തത്. അവരിങ്ങോട്ട് വരട്ടെ. ആ മിഷൻ കണ്ടോ? ജപ്പാനിന്ന് കൊണ്ടുവന്നതാ. ഒമാർക്കുള്ള പണി ആ മിഷൻ കൊടുത്തോളും. ആഹാ, കൊള്ളാമല്ലോ. മനുഷ്യനെ കൊല്ലാനായിട്ട് കല്ല് പൊട്ടിക്കും ഞാൻ. എന്റെ നാരായണ, മിഷൻ കേക്ക് ദേശീയത്തിൽ സംസാരിക്കുകയും ചെയ്യരുത്, അടുത്തേക്കും പോകരുത്. ഇത് കൊള്ളാലോ. ഡോക്ടറെ, ഇവിടുത്തെ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ? അതെന്തിനാ? എന്നെ കെട്ടിയാൻ ആ വൃത്തികെട്ടവനെ ഒരു പാഠം പഠിപ്പിക്കാനാ. സൂപ്പർ. ഇതുപോലെ ഒരെണ്ണം നിയമസഭയിലും വാങ്ങി വെക്കണം. ഡോക്ടറെ, ആ വട്ടൻ വീണ് നമ്മുടെ റിസപ്ഷനിലെ പെണ്ണിനെ കിറ്റിന്ത്യ എന്ന് പറഞ്ഞ് തല്ലി. വന്ദേ മാതരം പറഞ്ഞപ്പോഴാ അവളെ വിട്ടത്. എന്നിട്ട് അവനെ പിടിച്ചു കിട്ടിയില്ലേ? എനിക്ക് പറ്റത്തില്ല. ഭാരത് മാതാ കി ജയ്. നിനക്ക് അവനെ കെട്ടാവോ? ഒരു കെട്ട് കെട്ടിയവനെ കൊണ്ട് വെറുതെ വിട്ടിരിക്കുക. അപ്പോഴൊരു വട്ടനെ കെട്ടുന്നത്. എടി പോത്തെ, കല്യാണം കഴിക്കുന്ന കാര്യമല്ല, അവനെ പിടിച്ചെട്ടുന്ന കാര്യമാ പറഞ്ഞത്. ഡോക്ടറെ, ഇന്നവനെ കൊണ്ടുപോകാൻ വീട്ടിൽ നിന്ന് ആള് വരും. ഡോക്ടർ തന്നെ സമാധാനം പറഞ്ഞാ മതി. സമാധാനം പറഞ്ഞോളാം. തൽക്കാലം അവൻ പറയുന്ന പോലെ അനുസരിച്ചാ മതി. കളഭം ചാത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ കനിയൂടയോരേ. ആഹാ, ഇതാര് വേലിത്തുമ്പി തവളയോ? ഞാൻ സൈക്കിൾ ആർട്ടിസ്റ്റ് അല്ല, ഞാൻ സൈക്കാർട്ടിസ്റ്റ് കുരുവിള. ആര് പറഞ്ഞു? കൂടെ റാണി പത്മിനിയും തൊഴിൽ ശശികളയും ഉണ്ടല്ലോ. ഈ താല്പര്യം എന്തി ഇവിടെ സമയം ചെലവഴിച്ചാൽ അടിയന് അറ്റാക്ക് വരും. നാം ഉദ്യാനത്തിലേക്ക് പോകുന്നു. റാണി പത്മിനി, നാം ആദ്യം പോയിട്ട് വരാം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി മഹാരാജൻ. രാജ്യം ഭരിക്കുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാലോ? നാം ആദ്യം പോകാം. മഹാരാജൻ കി ജയ്. ആരോടെയും പോവില്ല. ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എല്ലാത്തിനും ചുട്ടുകൊള്ളും ഞാൻ. ഡോക്ടർ, എന്റെ മോൻ വിനയനെ കൊണ്ടുപോകാൻ വന്നതാ.
എവിടെ എന്റെ പ്രാന്തമോൻ? ആ ഒട്ട് പിടിച്ച മോൻ എവിടെ? എന്റെ തലയ്ക്ക് ചെരുവാണ്ടടിച്ചു തന്ന് കണ്ടു തന്നെ പൊന്നും കൊടുത്തിനെ. എവിടെ എന്റെ വട്ട് പിടിച്ച പൊന്നും കൂടം? സത്യം പറയണ, എന്റെ മോൻ എന്ത് പറ്റി? ഞങ്ങളാരുമല്ലേ ഈ ഡോക്ടറെ ഇത് ചെയ്ത്? ഞാനാ? പിന്നെ നിങ്ങളല്ലാതെ വേറെ ആര്? എല്ലാം തല്ലി തകർക്കും ഞാൻ. അയ്യോ എന്തത്? കാലമാലന്മാരെ എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. എന്റെ മുത്തു വന്നോ? പാതിരാമഴ ഏതോ ഹംസഗീതം